ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 198 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ യേശു കർത്താവിൻ്റെ ഗലീലയിലേക്കുള്ള യാത്രാമധ്യേ അവൻ ശമരിയ പട്ടണമായ സുഖാറിൽ പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ വഴി നടന്ന് ക്ഷീണിച്ചിട്ട് സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു ഉറവിനരികെ ഇരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. ശമരിയ സ്ത്രീ അവനോട്, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. ശമരിയക്കാരിയും യേശുവും തമ്മിലുള്ള സംഭാഷണം പല തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് കാണാം. ആ സംഭാഷണം മുന്നോട്ട് പോകുന്തോറും സംസാര വിഷയത്തിൻ്റെ പ്രാധാന്യവും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗാംഭീര്യവും വർദ്ധിക്കുന്നത് നമുക്ക് ബോധ്യമാകും. ആ സംഭാഷണം അതിൽ വെളിവാക്കപ്പെടുന്ന ഘട്ടങ്ങളായി തന്നെ ധ്യാനിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒന്നാം ഘട്ടം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് യേശു ചോദിക്കുമ്പോൾ, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന മറുചോദ്യമാണ് അവൾ ചോദിക്കുന്നത്. ദൈവം തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ശമരിയ എന്ന് ഇവിടെ പ്രതിപാദിക്കുന്ന വടക്കേ ഇസ്രായേലും 2 ഗോത്രങ്ങൾ മാത്രം ഉൾപ്പെടുന്ന യഹൂദ എന്നറിയപ്പെടുന്ന തെക്കേ ഇസ്രായേലും തമ്മിലുള്ള പരമ്പരാഗതമായ വൈര്യത്തെയാണ് നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിലൂടെ അവൾ യേശുവിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല എന്ന് എഴുത്തുകാരനും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. വാക്യം 9, യാക്കോബ് പിതാവ് തങ്ങൾക്ക് നൽകിയതാണ് യേശു ഇപ്പോൾ ഇരിക്കുന്ന ഈ കിണർ എന്ന പ്രസ്താവനയിലൂടെ യഹൂദന്മാരെ പോലെ തന്നെ തങ്ങളും പൗരാണിക പാരമ്പര്യത്തിൻ്റെ അവകാശികളാണ് എന്ന് അവൾ യേശുവിനെ ബോധ്യപ്പെടുത്തുകയാണ്. വാക്യം 12, സുഖാർ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥലം പഴയ നിയമകാലത്തെ ഷേഖേം എന്ന സ്ഥലമാണ് എന്ന് വേദപണ്ഡിതരും പുരാവസ്തു ഗവേഷകരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വാസ്തവത്തിൽ യഹൂദന്മാർക്കും വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. വേദപുസ്തകം അത് പല സ്ഥലങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന്, യാക്കോബ് പദ്ദൻ-അരാമിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഈ സ്ഥലം ഷേഖേമിൻ്റെ അപ്പനായ ഹാമോരിൻ്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങിയതാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഉൽപ്പത്തി 48-22 ഈ സ്ഥലം തൻ്റെ മരണക്കിടക്കയിൽ വെച്ച് യാക്കോബ് യോസെഫിന് പ്രത്യേകമായി നൽകിയതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഈ സ്ഥലത്തിൻ്റെ വലിയ ഒരു പ്രാധാന്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസേഫിൻ്റെ അസ്ഥികളെ അവർ ഷേഖേമിൽ യാക്കോബ് ഷേഖേമിൻ്റെ അപ്പനായ ഹാമോരിൻ്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസേഫിൻ്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. അതുകൊണ്ട് തന്നെ ഈ സുഖാർ അഥവാ ഷെഖേം എന്ന സ്ഥലം ശമര്യരെ പോലെ തന്നെ യഹൂദന്മാർക്കും വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ അവൾ വിചാരിക്കും പോലെ താൻ വെറും ഒരു യഹൂദനല്ലെന്നും താൻ ആരാണ് എന്ന് അവൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൾ തന്നോട് ചോദിക്കുകയും അവൾക്ക് താൻ ജീവനുള്ള വെള്ളം കൊടുക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് അവളോട് പറയുമ്പോൾ, വാക്യം 10, അവളുടെ പരിമിതമായ അറിവ് വെച്ച്
അവന് വെള്ളം കിട്ടുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അവൾ അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് 11-12 വാക്യങ്ങളിൽ. ഒന്ന്, വലിയ ആഴമുള്ള ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാനുള്ള പാത്രമോ മറ്റ് സാമഗ്രികളോ താങ്കളുടെ കൈവശമില്ലല്ലോ. 2, ഈ കിണർ ഞങ്ങൾക്ക് തന്ന യാക്കോബ് പിതാവിനേക്കാൾ വലിയ ആളൊന്നും അല്ലല്ലോ താങ്കൾ. യേശുവിനെയും യേശുവിൻ്റെ വാക്കുകളെയും ശരിക്കും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്ന ഒരു വിഷയം യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ സുവിശേഷത്തിൽ മുഴുവൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെയും അതിനുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കൊടുപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ എന്ന യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. മാത്രമല്ലല്ലോ, യാക്കോബ് പിതാവിൻ്റെ കിണറ്റിലെ വെള്ളവും യേശു നൽകുന്ന ജീവൻ്റെ വെള്ളവും എന്ന പ്രയോഗങ്ങളിലൂടെ ഇസ്രായേലിൻ്റെ മതപരവും ചരിത്രപരവുമായ പ്രതീകങ്ങളേക്കാളെല്ലാം ഉയരെയാണ് യേശു എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ. എന്നാൽ അവളുടെ മറുപടികളെല്ലാം വ്യക്തമാക്കുന്നത് അവളുടെ ചിന്തകളെല്ലാം വെറും ഭൗമികമായതിൽ മാത്രം തളച്ചിടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അഥവാ നമ്മളിൽ മിക്കവരെയും പോലെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവൾക്ക് പ്രാപ്തിയില്ല എന്നതാണ്. യേശു അവിടെ നിന്നും അവളെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത വാക്യങ്ങളിൽ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് സംഭാഷണത്തിൻ്റെ 2ാം ഘട്ടം. ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന അവരുടെ സംഭാഷണത്തിൻ്റെ 2ാം ഘട്ടത്തിൽ സാധാരണ ജീവനിൽ നിന്ന് നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് വളരുന്നതിനെക്കുറിച്ച് യേശു അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. തങ്ങളുടെ പൗരാണിക പാരമ്പര്യങ്ങളെക്കുറിച്ച് ചില അറിവുകളുണ്ടായിരുന്ന ശമരിയക്കാരോട് യേശു പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. യാക്കോബ് പിതാവ് നൽകിയ ഈ കിണറ്റിൽ നിന്ന് നീ കോരുന്ന വെള്ളം നിൻ്റെ ദാഹം അകറ്റും, സംശയമില്ല. എന്നാൽ നിനക്ക് വീണ്ടും ദാഹം ഉണ്ടാവുകയും നീ വീണ്ടും വീണ്ടും വന്ന് കോരേണ്ടി വരികയും ചെയ്യും. തുടർന്ന് യേശു അവളോട് പറയുകയാണ്, വാക്യം 14, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. ഭൗതികമായതും ആത്മീകമായതും തമ്മിലുള്ള വലിയ അന്തരം യേശു ആ സ്ത്രീയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കിണറ്റിൽ നിശ്ചലമായി കിടക്കുന്ന വെള്ളം കോരി കുടിക്കുന്നതിന് പകരം നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന അനർഗളം നിർഗളിക്കുന്ന ഉറവയിൽ നിന്ന് പാനം ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. എന്നാൽ അവൾക്കത് അല്പം പോലും ബോധ്യപ്പെട്ടില്ല എന്ന് അവളുടെ തുറന്നുള്ള വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ ചിന്ത, ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന പലർക്കും ഇന്നും ബോധ്യം വന്നിട്ടില്ലാത്ത വലിയ സത്യമാണത്. ഈ ലോകം നൽകുന്ന ഭൗതിക ആനന്ദങ്ങൾ ആസ്വദിക്കും തോറും അത് കൂടുതൽ കൂടുതൽ ആസക്തികളിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കും. ശാശ്വതമായ സംതൃപ്തി ഒരിക്കലും ഉണ്ടാവില്ല താനും. എന്നാൽ നിത്യജീവൻ്റെ നീരുറവിലേക്കുള്ള ഒരു യാത്ര നിത്യമായ സന്തോഷത്തിന് അനുഭവം മാറും. അതിനുള്ള ഏക വഴി യേശു മാത്രമാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. 10-14 വാക്യങ്ങൾ ഈ പരമസത്യം വിളിച്ചോതുന്ന വാക്യങ്ങളാണ്. വാക്യം 10, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. വാക്യം 14, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും. അതായത് നിത്യജീവന് അനിവാര്യമായത് അഥവാ ഒഴിച്ചുകൂടാനാവാത്ത ജീവജലത്തിൻ്റെ ഉടമ യേശു മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. ദൈവവചനത്തെക്കുറിച്ച് പരിമിതമായ അറിവുകൾ മാത്രമുള്ള അവളെ, അതായത് വെറും 5 പുസ്തകങ്ങൾ മാത്രമുള്ള വചനത്തിൻ്റെ അവകാശിയെ
മറ്റു വിധത്തിൽ പറഞ്ഞാൽ സാമരിറ്റൻ പെൻഡാറ്റൂരിനെക്കുറിച്ച് മാത്രം അറിവുള്ള അവളെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ദൈവം തമ്പുരാൻ കനിഞ്ഞു നൽകിയ ദൈവവചനത്തിലേക്ക് നോക്കൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്ന് പറഞ്ഞു തുടങ്ങുന്ന യേശുവിനെക്കുറിച്ചുള്ള പ്രവചനത്തിൽ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരുമെന്ന്. യെശയ്യാവ് 12:3. 44-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുകയാണ്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും എന്ന്. 55-ാം അധ്യായം 1-ാം വാക്യത്തിൽ യെശയ്യാവ് പ്രഖ്യാപിക്കുന്നു, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. 2-ാം വാക്യത്തിൽ യെശയ്യാവിൻ്റെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്, അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? തുടർന്ന് പ്രവാചകൻ പറയുകയാണ്, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ, പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവിൻ. വാക്യം 3. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ നിത്യജീവന് അവകാശികളായി തീരുന്നവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുമെന്നാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ലൗകികതയിൽ മാത്രം ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരോട് യിരെമ്യാവിലൂടെ ദൈവം പറയുന്നത് കൂടെ ശ്രദ്ധിക്കാം. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. യിരെമ്യാവ് 17:5-8 വരെയുള്ള വാക്യങ്ങൾ. പണം നൽകിയാൽ മാത്രം ലഭിക്കുന്ന, ലൗകികതയിൽ മാത്രം അഭിരമിച്ച് സ്വർഗം സൗജന്യമായി നൽകുന്ന നന്മകൾക്ക് നേരെ കണ്ണടച്ച് മരുഭൂമി പോലെ വരണ്ടുപോയ എത്രയോ ജീവിതങ്ങളെയാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാവുന്നത് എന്നത് എത്ര ദുഃഖകരമായ ഒരു സത്യമാണ്. അവരുടെ സംഭാഷണത്തിൻ്റെ 3-ാം ഘട്ടം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ദാഹിക്കാത്ത അത്ഭുത വെള്ളം കയ്യിലുള്ള ആൾ എന്ന് ചിന്തിച്ച് അവൾ യേശുവിനോട് പറയുന്നു, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമേ. യേശു പറയുന്ന മറുപടി, നീ പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്നാണ്. ഒട്ടും മടിക്കാതെ അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല എന്ന്. അല്പം പരിഹാസ രൂപത്തിൽ തന്നെ അവളുടെ മുഖത്തടിക്കും പോലെ യേശു അവളോട് പറയുന്നു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. അവൻ്റെ മുമ്പിൽ നിന്ന് അവൾ വിളറി വെളുത്ത് കാണും എന്നാണ് എൻ്റെ ചിന്ത. നിത്യജീവൻ്റെ നീരുറവ പാനം ചെയ്യണമെങ്കിൽ ഒരുവനിൽ ഉണ്ടാകേണ്ട വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യകത യേശു അവളെ ബോധ്യപ്പെടുത്തുകയാണ്.
യേശു ഇവിടെ വാഗ്ദാനം ചെയ്യുന്ന നിത്യജീവൻ്റെ ഉറവിൽ നിന്ന് പാനം ചെയ്യണമെങ്കിൽ ധാർമ്മിക ജീവിതത്തിൻ്റെ വിശുദ്ധി ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് യേശു ഇവിടെ വ്യക്തമാക്കുകയാണ്. എനിക്ക് ഭർത്താവില്ല എന്ന മറുപടിയിലൂടെ ആ വിഷയം ഒഴിവാക്കാൻ ശ്രമിച്ച അവളുടെ ധാർമ്മിക ജീവിതത്തിൻ്റെ പോരായ്മയെ കൃത്യമായി യേശു ചൂണ്ടിക്കാണിക്കുകയാണ്. കുത്തഴിഞ്ഞ അവളുടെ ധാർമ്മിക ജീവിതത്തെ അവളുടെ മുമ്പിൽ യേശു തുറന്നു വയ്ക്കുകയാണ്. 5 ഭർത്താക്കന്മാരെ പരീക്ഷിച്ച് ഇപ്പോൾ മറ്റൊരുത്തൻ്റെ കൂടെ പാർത്തുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ പരിപാവനതയ്ക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാതെ നിത്യജീവൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ശമരിയക്കാരി ആധുനിക കാലത്തെ ആത്മീയ നേതാക്കന്മാരെയും സർവ്വജനത്തെയും വെല്ലുവിളിക്കുന്നുണ്ട് എന്ന തർക്കമറ്റ സംഗതിയാണ്. അവരുടെ സംഭാഷണത്തിൻ്റെ ഈ 3-ാം ഘട്ടത്തിൽ അവളുടെ ജീവിതത്തെ പച്ചയായി അവളുടെ മുമ്പിൽ തുറന്നു കാണിച്ചപ്പോൾ അവളുടെ പ്രതികരണം ഒരു കൊച്ചു വാചകത്തിൽ അവൾ സംഗ്രഹിക്കുകയാണ്. യജമാനനെ, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. യേശു അവളുടെ ജീവിതത്തെ പച്ചയായി അവളുടെ മുമ്പിൽ തുറന്നു കാണിച്ചപ്പോൾ പിന്നെ ഒരക്ഷരം പോലും പറയാതെ അവൾ പറഞ്ഞ ഒരു കൊച്ചു സാക്ഷ്യവാചകമാണ്, യജമാനെ, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഇത് അവളുടെ അനുഭവ സാക്ഷ്യമാണ് എന്ന് പിന്നീട് വെളിവാക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ നമുക്ക് കുറേ കൂടെ കഴിയുമ്പോൾ കാണാം, അവൾ അവളുടെ പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമേൻ, അവനൊരു പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറയുന്നുണ്ട്. യജമാനെ, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ സംഭാഷണത്തെ അവൾ അടുത്ത ഒരു തലത്തിലേക്ക് ഉയർത്തുകയാണ്. അടുത്ത വാക്യങ്ങളിൽ ആരാധനയെക്കുറിച്ച് വലിയ ഉൾക്കാഴ്ച നൽകുന്ന ആ വേദഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ധ്യാനിക്കാം. അതുവരെ ലൗകികമായവയിൽ നിന്ന് നിത്യമായതിലേക്കുള്ള ഒരു ദർശന മാനസാന്തരത്തിനായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ദൈവത്തോട്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. പി തോമസ് അച്ഛൻ.